വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ തിരുനാളാണ് ജൂലൈ 11 പൗരാണിക നഗരമായ ഇറ്റലിയിലെ നൂർസിയ പട്ടണത്തിലാണ് ക്രിസ്തുവർഷം 480 വിശുദ്ധ ബെനഡിക്റ്റ് ഭൂജാതനാകുന്നത്. അദ്ദേഹത്തിൻ്റെ ജനനം ഏറെ ഭാഗ്യപ്പെട്ട ഒരു ജനനം എന്ന് വേണം പറയാൻ. കാരണം ഈ നൂർസിയ പട്ടണം വളരെ പൗരാണികവും അവിടെ സംസ്കാര സമ്പന്നമായ ഒരു ജനതയുടെ സാന്നിധ്യവുമുള്ള സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവും ഏറെ മഹനീയമായൊരു കുടുംബമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് അനീച്ചിയ എവുപ്രാപ്പിയാസ്, മാതാവ് അബുദാൻസിയ. അദ്ദേഹത്തിന് ഒരു ഇരട്ട സഹോദരി ഉണ്ടായിരുന്നു, വിശുദ്ധ സ്കൊളാസ്റ്റിക്ക. തിരുസഭയ്ക്ക് ലഭിച്ച 2 പവിഴക്കല്ലുകളെന്നാണ് ഇവരെ വിശേഷിപ്പിക്കുക. സഹോദരനും സഹോദരിയും വിശുദ്ധരായി തീർന്നതിൻ്റെ പിന്നിൽ ആ മാതാപിതാക്കളുടെ ഒരു മാതൃകാ ജീവിതത്തിൻ്റെ പിൻബലമുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ബാല്യകാലത്ത് സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന് പിതാവും മാതാവും ആഗ്രഹിച്ചു. അങ്ങനെ ഈ മകൻ്റെ വിദ്യാഭ്യാസത്തിനായി മാതാപിതാക്കൾ ഏറെ ശ്രദ്ധയോടെ ഒരിടം തിരഞ്ഞു. അങ്ങനെ അവർ റോമാണ് ബെനഡിക്റ്റിൻ്റെ ബാല്യകാലത്ത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭത്തിനായി കണ്ടെത്തിയ സ്ഥലം. ഏറെ സന്തോഷത്തോടു കൂടിയാണ് മാതാപിതാക്കൾ റോമിലേക്ക് കുഞ്ഞു ബെനഡിക്റ്റിനെ യാത്ര അയക്കുക. എന്നാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഈ മാതാപിതാക്കൾ ബെനഡിക്റ്റിനെ തനിച്ചയക്കാനായിട്ട് തയ്യാറാവുന്നില്ല. കൂടെ ഒരു വളർത്തമ്മയെ കൂടി അയക്കുകയാണ്. സിറില്ല എന്നാണ് ആ സ്ത്രീയുടെ പേര്. ഒരു സാധാരണ സ്ത്രീ ആയിരുന്നില്ല. വിശ്വാസത്തിലും സന്മാർഗത്തിലും ഏറെ പ്രാധാന്യം കൊടുത്ത് ജീവിതത്തെ ക്രമപ്പെടുത്തിയിരുന്ന ഒരു നല്ല സ്ത്രീയെ കണ്ടെത്തി തൻ്റെ മകൻ പോകുന്ന സ്ഥലത്തേക്ക് കൂടെ പറഞ്ഞയച്ച ബുദ്ധിയുള്ള, ദൈവഭയമുള്ള, കരുതലുള്ള മാതാപിതാക്കൾ. അങ്ങനെ റോമിൽ സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വളരെ സൗകര്യപ്രദമായൊരു വസതി, ഏറെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് തന്നെ ഒരുക്കപ്പെട്ടു. ബെനഡിക്റ്റ് ചെറുപ്പകാലത്ത് ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അവധി ദിവസങ്ങൾ ചെലവഴിച്ചത് വിശുദ്ധരുടെ കുഴിമാടങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടാണ്. അപ്പസ്തോലന്മാരുടെ കുഴിമാടങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ ഏറെ ശ്രദ്ധേയമായൊരു കാര്യം, വിശുദ്ധരുടെ ചുടുനിണം വാർന്നു വീണ അപ്പസ്തോലരുടെ, രക്തസാക്ഷികളുടെയും സഭാപിതാക്കന്മാരുടെയും ചുടുനിണം വാർന്നു വീണ ആ മണ്ണിലൂടെ നടക്കുമ്പോൾ ബെനഡിക്റ്റിനെ അത് കോരിത്തരിപ്പിച്ചു എന്നാണ് ചരിത്രം പറയുക. ബെനഡിക്റ്റിൻ്റെ ഉള്ളിൽ ഒരു വലിയ തീഷ്ണത, ദൈവത്തിനു വേണ്ടി ആത്മാവ് ദാഹിക്കുന്ന ഒരു തിരിച്ചറിവ്. എന്നാൽ റോമിലുണ്ടായിരുന്ന ഏതെങ്കിലും ആശ്രമങ്ങൾ ബെനഡിക്റ്റിനെ ഒരിക്കലും ആകർഷിച്ചില്ല. അദ്ദേഹത്തെ ഏറെ ആകർഷിച്ചത് മരുഭൂമിയിലെ പിതാക്കന്മാരായിരുന്നു. അങ്ങനെ തൻ്റെ വളർത്തമ്മയായ സിറില്ലായുമായി യാത്ര ചെയ്ത് ഒരു ഗ്രാമാന്തരീക്ഷത്തിലേക്ക് ഇവർ രണ്ടുപേരും കടന്നു ചെല്ലുകയാണ്. എൻഫീദ് എന്ന സ്ഥലം. എൻഫീദ് ഏറെ പ്രകൃതി രമണീയമായ സ്ഥലം. പ്രാകൃതരായ മനുഷ്യരാണെങ്കിലും സ്നേഹമുള്ള മനുഷ്യർ. അവിടെ പ്രാർത്ഥിക്കാൻ ഒരു കൊച്ചു ദേവാലയവും ഉണ്ടായിരുന്നു. അങ്ങനെ ബെനഡിക്റ്റിനെല്ലാം കൊണ്ടും ആ സ്ഥലം ഇഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം അവിടെ ഒരു ചെറിയ അഭയസ്ഥലം കണ്ടെത്തുന്നു. ജീവിതം ദാരിദ്ര്യത്തിലേക്ക് മെല്ലെ നീങ്ങുകയാണ്. എല്ലാം പരിമിതങ്ങളാണ്. സുഖസൗകര്യങ്ങളില്ല, ആവശ്യത്തിനുള്ള ഭക്ഷണ സൗകര്യങ്ങളില്ല, കാലാവസ്ഥ പലപ്പോഴും പ്രതികൂലമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും പ്രാർത്ഥനയിൽ കഴിച്ചു കൂട്ടുകയാണ്. ആ കൊച്ചു ദേവാലയത്തിൽ പോയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ സിറില്ല ഒരു ദിവസം, ആ സ്ത്രീക്ക് ഉള്ളിലൊരു വലിയ ആഗ്രഹം,
ബെനഡിക്റ്റിനൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ കടം വാങ്ങിയ ഒരു മൺകുടവുമായി ആ സ്ത്രീ ഇങ്ങനെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയാണ്. അബദ്ധവശാൽ ഈ മൺകുടം ഉടയുന്നു. ഒരു നിസ്സാര സംഭവമല്ല ഇത്. കാരണം ഈ മൺകുടം ഉടഞ്ഞതിന് ശേഷം ആ സ്ത്രീ ഭയങ്കരമായി നിലവിളിക്കുകയാണ്. കയ്യിലൊന്നുമില്ല. ഒരു മൺകുടം ഇവരുടെ സമ്പാദ്യം കൊണ്ട് വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് പോലും പ്രയാസകരമായ കാര്യമാണ്. കയ്യിലൊന്നുമില്ല. അങ്ങനെ ഇത് വാങ്ങിയ ആൾക്ക് എങ്ങനെ തിരികെ കൊടുക്കും എന്നുള്ളൊരു വിഷമത്തിൽ ഈ സ്ത്രീ വല്ലാതെ കരയുന്നത് കണ്ട് വിശുദ്ധ ബെനഡിക്റ്റ് ആ ഉടഞ്ഞ മൺകുടം കയ്യിലെടുത്ത് മുറ്റത്ത് മുട്ടുകുത്തി സ്വർഗത്തേക്ക് കണ്ണുകളുയർത്തി ആശീർവദിച്ച് പ്രാർത്ഥിച്ച സമയം ഉടഞ്ഞ മൺകുടങ്ങൾ, ആ മൺകുടത്തിൻ്റെ ഭാഗങ്ങൾ കൂടിച്ചേർന്ന് പൂർണ്ണ രൂപം പ്രാപിച്ച് അതൊരു പുതിയ മൺകുടമായി മാറി. ഈ കാഴ്ച ഇതാ ഒരു വിശുദ്ധൻ എന്നുള്ള വലിയ ഒരു ശബ്ദ കോലാഹലമായി ആ പരിസരത്ത് മുഴങ്ങി. ചുറ്റും നിന്നിരുന്നവരെല്ലാം ഓടിക്കൂടി. ആൾക്കാർ പരസ്പരം പറയാൻ തുടങ്ങി. അങ്ങനെ അടുത്ത ഒരു പ്രതികൂലതയിലേക്ക് വിശുദ്ധ ബെനഡിക്റ്റായി ചുറ്റും അറിയപ്പെടാൻ തുടങ്ങിയതിൻ്റെ പ്രതികൂലത, അത് അദ്ദേഹത്തിൻ്റെ സ്വൈര്യ ജീവിതത്തെ നശിപ്പിക്കുമെന്ന് കാണുമ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയാണ്. എൻഫീദിൽ നിന്നും പിൻവാങ്ങണം. അങ്ങനെ റോമിൽ നിന്ന് എൻഫീദിൽ നിന്ന് ഒരു രാത്രിയുടെ മറവിൽ തൻ്റെ പ്രിയപ്പെട്ട വളർത്തമ്മയെ ഒന്നും അറിയിക്കാതെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. സുബയാക്കോ എന്ന് പറയുന്ന ഒരു മലനിര. ഇത് അദ്ദേഹത്തിന് ഏറെ ആകർഷിച്ച ഒരു മലനിരയാണ്. പുറമേ നിന്നുള്ള മനുഷ്യരുടെ സാന്നിധ്യമില്ലാതെയും അദ്ദേഹത്തിന് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു സുബയാക്കോ. അങ്ങനെ സുബയാക്കോയിൽ അദ്ദേഹം ഒരു പാറയിടുക്ക് കണ്ടെത്തുകയാണ്. അവിടെ ഒരു ഗുഹയിൽ, വെളിച്ചമൊന്നും കടക്കാത്ത ഒരു ഗുഹയിൽ അദ്ദേഹം ഇങ്ങനെ താമസം ആരംഭിക്കുകയാണ്. ചരിത്രം പറയുക 3 വർഷക്കാലമാണ് വിശുദ്ധ ബെനഡിക്റ്റ് ആ ഗുഹയ്ക്കുള്ളിൽ, സുബയാക്കോയിലെ ഗുഹയ്ക്കുള്ളിൽ കഴിഞ്ഞുകൂട്ടിയത്. കൂടെ അദ്ദേഹത്തിന് ആരുമില്ല. ആത്മീയമായി ഉപദേശിക്കാൻ ഒരു ഗുരുവില്ല. വായിക്കാനായി പുസ്തകങ്ങളില്ല. കയ്യിലുള്ളത് ഒരു മരക്കുരിശ് മാത്രം. ആ കുരിശിൽ നോക്കി ഏറെ സമയം ഇങ്ങനെ ഇരിക്കും. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൂടെ വലിയ സംഘർഷങ്ങൾ കടന്നുപോയി. അത് വലിയ പ്രലോഭനങ്ങളായി പിശാച് മുൻപിലേക്ക് ഇട്ടുകൊടുത്തു. അദ്ദേഹം വന്ന ഭവനം, അവിടെ ആസ്വദിച്ചിരുന്ന സുഖങ്ങൾ, റോമിലെ സുഹൃത്തുക്കൾ, അദ്ദേഹം പാതി വഴിയിൽ ഉപേക്ഷിച്ച പഠനം, ഒരുപക്ഷെ ആ പഠനം തുടർന്നിരുന്നെങ്കിൽ സമൂഹത്തിൽ വലിയൊരാളാകുമായിരുന്നു എന്നുള്ള ഒരു ആഗ്രഹം, അദ്ദേഹത്തിന് ഭക്ഷണത്തോട് അമിതമായ ഭ്രമം തോന്നിയ സമയം, ശരീരത്തിലുണ്ടായ വലിയ പ്രലോഭനങ്ങൾ, ജഡത്തിൻ്റെ മേൽ അദ്ദേഹത്തിനുണ്ടായ വലിയ പ്രലോഭനങ്ങൾ. ഒരു രാത്രി തന്നെ ആ ഗുഹയിൽ നിന്ന് റോമിലേക്ക് തിരിച്ചു പോകാനുണ്ടായ ഒരു പ്രലോഭനം, ജീവിതത്തിൽ ഒരു തവണ മാത്രം കണ്ട ഒരു സ്ത്രീയുടെ ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരികയും പിശാച് മനസ്സിൽ വലിയ ആഗ്രഹം ജനിപ്പിച്ച് അദ്ദേഹത്തെ ഈ വലിയ ഇന്ദ്രിയ നിഗ്രഹണത്തിൽ നിന്നും പരിത്യാഗ പ്രവർത്തനയിൽ നിന്നും പിന്തിരിപ്പിക്കാനായി നടത്തിയ ശ്രമങ്ങൾ. അങ്ങനെ നേർക്കുനേർ പിശാചുമായി മല്ലിട്ട 3 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ജീവനെ പോലും അപായപ്പെടുത്തുവാനായി പിശാച് നിരന്തരം പരിശ്രമിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുക. അങ്ങനെ വിശുദ്ധ ബെനഡിക്റ്റ് പരിത്യാഗത്തിൻ്റെ ഒരു പടി കൂടി കൂട്ടി അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ മാറ്റി അരികിലുണ്ടായിരുന്ന മുൾപടർപ്പിലേക്ക് വീണ് ഉരുണ്ട് ശരീരത്ത് മുറിവുകൾ തീർത്ത് രക്തപങ്കിലമായ ആ ശരീരം അദ്ദേഹം സുഖങ്ങൾക്കല്ല, മറിച്ച് പാപപരിഹാരത്തിനുള്ള ഒരു മാതൃകയാക്കി അദ്ദേഹം ശരീരത്തെ മാറ്റി. എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി. അദ്ദേഹം ഇങ്ങനെയാണ് പറയുക, അദ്ദേഹത്തിൻ്റെ ആ ശക്തമായ പരിത്യാഗ പ്രവൃത്തിക്ക് ശേഷം പിന്നീട് ഒരിക്കലും ജീവിതത്തിലേക്ക് ജഡത്തിൻ്റേതായ ഏതെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങൾ കടന്നു വന്നില്ല എന്നാണ് വിശുദ്ധ ബെനഡിക്റ്റ് സാക്ഷ്യപ്പെടുത്തുക.
അദ്ദേഹം പതിയെ പതിയെ ചുറ്റുമുള്ളവരുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അവിടെ വരുന്ന ആട്ടിടയരാണ് ആകെ മലഞ്ചെരുവിലെത്തുക. ആട്ടിടയരുമായിട്ട് സംസാരിച്ചു. അങ്ങനെ അദ്ദേഹത്തെ പതിയെ പതിയെ ജനങ്ങൾ കണ്ടെത്തുകയാണ്. ഒരു ഈസ്റ്റർ ദിവസം ഒരു വൈദികനൊരു ദർശനമുണ്ടാവുകയാണ്. ആ പാറക്കെട്ടിനിടയിൽ ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന് ഭക്ഷണം എത്തിക്കണമെന്ന്. അങ്ങനെ ആ ദർശനത്തെ തുടർന്ന് ഈസ്റ്റർ ദിനം ഉപവസിക്കുകയാണോ എന്ന് ചോദിച്ച് ഒരു വൈദികൻ ഭക്ഷണവുമായി കടന്നു വരികയാണ്. അതൊക്കെ ബെനഡിക്റ്റിനെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളാണ്. ദൈവം അയക്കുകയാണ് ഈസ്റ്റർ ആഘോഷിക്കാനായി ഒരു വൈദിക സഹോദരനെ. അതിനുശേഷം വിശുദ്ധ ബെനഡിക്റ്റിനെ പലരായി വന്ന് കാണുന്ന സമയങ്ങൾ. അങ്ങനെ തങ്ങളുടെ ആശ്രമത്തിലേക്ക് ക്ഷണിക്കുന്നതിനായി ഒരു മഠാധിപൻ്റെ മരണത്തിന് ശേഷം വിശുദ്ധ ബെനഡിക്റ്റിനെ വിക്കോവറോ എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള ഒരു ആശ്രമത്തിൻ്റെ അധിപനായി അവർ ക്ഷണിക്കുകയാണ്. വിശുദ്ധ ബെനഡിക്റ്റ് പറഞ്ഞു, ദയവ് ചെയ്ത് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കണം. എങ്കിലും അവിടുത്തെ സന്യാസിമാരുടെ ഒരാവശ്യമായിരുന്നു വിശുദ്ധ ബെനഡിക്റ്റ് വന്ന് അവരുടെ മഠാധിപനാകണമെന്നുള്ളത്. അങ്ങനെ വിശുദ്ധ ബെനഡിക്റ്റ് വിക്കോവറോ എന്ന് പറയുന്ന ആശ്രമത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. വിക്കോവറോ എന്ന സ്ഥലത്തുള്ള ആശ്രമത്തിലേക്ക്. അങ്ങനെ അവിടെ അദ്ദേഹം കർശനമായ നടപടികളെടുക്കുകയും അവിടുത്തെ ആശ്രമവാസികളുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാകുന്ന തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ അവരൊന്നടങ്കം നിരാകരിക്കുകയാണ്. അവരുടെ സുഖജീവിതത്തിന് ഇദ്ദേഹം ഒരു തടസ്സമാകുമെന്ന് കാണുമ്പോൾ ജീവൻ അപഹരിച്ചേക്കാം എന്നുള്ള ഒരു നീചമായ തീരുമാനത്തിലേക്ക് ആ ആശ്രമവാസികൾ എത്തുകയും അദ്ദേഹത്തിന് വിഷം കലർന്ന ഭക്ഷണം കൊടുക്കുകയും ചെയ്യുകയാണ്. വിശുദ്ധ ബെനഡിക്റ്റ് ഭക്ഷണം ഇങ്ങനെ കുരിശാകൃതിയിൽ ആശീർവദിക്കുന്ന സമയം അത് പൊട്ടി പിളർന്നു പോവുകയാണ്. ആ ഭക്ഷണ പാത്രമാണ് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ കുരിശിൻ്റെ ഒരു വശത്ത് ആലേഖനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവനെ അപഹരിക്കാനായി പൈശാചികമായി നടന്ന ഒന്നാമത്തെ ശ്രമമായിരുന്നു അത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ ആവശ്യമില്ല എങ്കിൽ ഞാൻ തീർച്ചയായും ഇവിടെ നിന്ന് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞ് അദ്ദേഹം സുബയാക്കോയിലേക്ക് തിരികെ വരികയാണ്. അങ്ങനെ സുബയാക്കോയിൽ തിരികെ എത്തുമ്പോൾ അനേകം ചെറുപ്പക്കാരും മറ്റ് ദൈവാന്വേഷികളും വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ അരികിൽ വന്ന് ശിഷ്യത്വം സ്വീകരിക്കുകയാണ്. അനേകർ വരുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്നു, ഇവർക്ക് താമസിക്കാനായി ഒരിടം വേണം, അവരെ ശിഷ്യന്മാരായി സ്വീകരിക്കണം, ഇനിയുള്ള ജീവിതം ദൈവം എന്നിൽ നിന്ന് എന്തോ പ്രതീക്ഷിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ വിശുദ്ധ ബെനഡിക്റ്റ് അവരെല്ലാം ശിഷ്യരായി സ്വീകരിച്ച് ഇങ്ങനെ ആശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. ഓരോ മഠത്തിലും 12 പേര് വെച്ച്. അങ്ങനെ അവിടെ ഓരോരുത്തരായി വന്നു ചേർന്ന് കല്ലിലും മരത്തിലും പണിത ആശ്രമത്തിൽ അദ്ദേഹം ഓറ ഇത്ത് ലബോറ എന്ന് പറയുന്ന ഒരു ജീവിതക്രമം രൂപപ്പെടുത്തുകയാണ്. പ്രാർത്ഥനയും ജോലിയും 7 തവണ ദിവസത്തിൽ അവർ ഒരുമിച്ച് ചേരും. ബെനഡിക്റ്റൻ ചാൻസ്, അതായത് ബെനഡിക്റ്റൻ ആശ്രമങ്ങളിൽ ഉയർന്നു വന്ന പ്രാർത്ഥനകൾ സഭയുടെ വലിയ മുതൽക്കൂട്ടാണ്. നമുക്കൊക്കെ സുപരിചിതമാണ് അവരുടെ സങ്കീർത്തനാലാപനങ്ങൾ. ഓരോ മണിക്കൂറിനെയും വിശുദ്ധീകരിച്ചുകൊണ്ടുള്ള ശക്തമായ ദൈവാശ്രയ ബോധത്തിലുള്ള പ്രാർത്ഥനാ സമ്പ്രദായം. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും മറ്റൊരു തീരുമാനത്തിലേക്ക് വിശുദ്ധ ബെനഡിക്റ്റ് എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ആശ്രമ ജീവിതത്തിന് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അംഗീകാരം വേണം. അദ്ദേഹം റോമിലേക്ക് വരികയാണ്. 2 വർഷക്കാലം അദ്ദേഹം അവിടെ താമസിച്ച് അനേകം ആത്മീയ നന്മകൾ ആ പ്രദേശത്ത് ഉണ്ടാക്കി, അനേകരെ ശിഷ്യപ്പെടുത്തി, അനേകരെ വിശ്വാസത്തിലേക്ക് നയിച്ച്, ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ സംഭവിച്ച് അനേകം പേർക്ക് വിശ്വാസത്തിൻ്റെ വലിയ ഒരു മാതൃകയായി വിശുദ്ധ ബെനഡിക്റ്റ് റോമിൽ കഴിച്ചുകൂട്ടി. പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന്
വേണ്ട അംഗീകാരവും അവരുടെ ഈ പുതിയ ജീവിതക്രമത്തിന് ലഭിച്ചു. അങ്ങനെ അദ്ദേഹം തിരിച്ച് സുബയാക്കോയിലേക്ക് വരുമ്പോൾ അവിടുത്തെ സ്ഥിതി നമ്മൾ പറഞ്ഞു വരിക, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നേട്ടങ്ങളും ഒരുപക്ഷെ ആത്മീയ നന്മകളും എന്ന് പറയുമ്പോൾ അതിൻ്റെ മറുപുറം പിശാചിൻ്റെ ആക്രമണങ്ങളാണ്. അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുവാനും ഒരുപക്ഷെ സ്ത്രീകളുമായി ചേർത്ത് സംസാരിക്കുവാനും അവരുടെ ആശ്രമത്തിലേക്ക് അവരെല്ലാം നശിപ്പിക്കുന്നതിനായി സ്ത്രീകളെ പറഞ്ഞു വിടുമായിരുന്നു. ഒരിക്കൽ അവിടെയുള്ള ഒരു വൈദിക സഹോദരൻ തന്നെ വലിയ അസൂയ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ മേലുണ്ടായി. കാരണം പള്ളിയിലേക്കല്ല ആശ്രമത്തിലേക്കാണ് ജനങ്ങൾ വരിക. അത് വലിയ അസൂയ ഉളവാക്കി. അങ്ങനെ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ജീവൻ അപഹരിക്കാനായി വിഷം കലർത്തിയ ഒരപ്പം ഈ നീചമെന്ന് പറയുന്ന ഈ പ്രവൃത്തി ചെയ്തത് മറ്റൊരു വൈദികനാണെന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. അങ്ങനെ കൊടുത്തുവിടുകയാണ്. ഇത് വിശുദ്ധ ബെനഡിക്റ്റ് കരങ്ങളെടുക്കുമ്പോൾ ദൈവം ഒരു മലങ്കാക്കയെ അയച്ച് അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ഈ അപ്പം എടുക്കപ്പെടുകയാണ്. ഈ സംഭവമാണ് വിശുദ്ധ ബെനഡിക്റ്റൻ ക്രോസിൻ്റെ ഒരു സൈഡിലായി വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ രൂപത്തോട് ചേർന്ന് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാക്കയുടെ രൂപം. അദ്ദേഹത്തിനെതിരെ വന്ന പൈശാചിക ആക്രമണങ്ങൾ, ഒരുപക്ഷെ ജീവനെ നശിപ്പിക്കാൻ തരത്തിലുള്ള പിശാചിൻ്റെ പ്രവൃത്തികളെ ദൈവം അത്ഭുതകരമായ രീതിയിൽ ചെറുത്ത് തോൽപ്പിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തലും ആലേഖനങ്ങളുമാണ് ആ ബെനഡിക്റ്റൻ ക്രോസ് മുഴുവനും. അങ്ങനെ വിശുദ്ധ ബെനഡിക്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. സുബയാക്കോയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ സാന്നിധ്യം ഒരു വെല്ലുവിളിയാകുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. വിശുദ്ധ ബെനഡിക്റ്റിനോട് ചുറ്റുപ്രദേശങ്ങളിലുള്ള സഹവൈദികരടക്കമുള്ളവരുടെ വലിയ അസൂയ നിമിത്തം ഈ സഹോദരങ്ങൾ കൂടി അതിനകത്ത് വിഷമം അനുഭവിക്കേണ്ടി വരുന്നുവെന്ന് കരുതുമ്പോൾ അദ്ദേഹം അവിടെ നിന്നും പിൻവാങ്ങാൻ തീരുമാനമെടുക്കുകയാണ്. ജീവിതത്തിലെ മറ്റൊരു പിൻവാങ്ങൽ കൂടി. അദ്ദേഹം മോന്തെ കസീനോ എന്ന് പറയുന്ന മലനിരയിലേക്ക് യാത്രയാവുകയാണ്. അവിടെ ഒരു പുതിയ ചേക്കേറൽ. മോന്തെ കസീനോ ബെനഡിക്റ്റൻ സന്യാസ സമൂഹത്തിൻ്റെ കേന്ദ്രമായി പിൽക്കാലത്ത് മാറിയ മോന്തെ കസീനോ ആശ്രമം, ഏറെ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആശ്രമം. അത് പണിയുമ്പോൾ തന്നെ വിശുദ്ധ ബെനഡിക്റ്റ് പ്രവചിച്ചു, 3 തവണ ഇത് തകർക്കപ്പെടും, 3 തവണയും ഇത് പുനരുദ്ധരിക്കപ്പെടും. അത് സംഭവിക്കുക തന്നെ ചെയ്തു. അങ്ങനെ വിശുദ്ധ ബെനഡിക്റ്റ് അവിടെ വന്നു ചേർന്ന പുതിയ സന്യാസ സഹോദരങ്ങൾ, ചെറുപ്പക്കാരായിട്ടുള്ളവർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ വന്നിട്ടുള്ളവർ എല്ലാവരുമായി ചേർന്ന് വീണ്ടും ആശ്രമത്തിൻ്റെ പണി ആരംഭിക്കുകയാണ്. ഇവരുടെ പണിയെന്ന് പറയുമ്പോൾ വൈദഗ്ധ്യം നിറഞ്ഞ പണിയൊന്നുമല്ല. അവർക്ക് ഈ കെട്ടിട നിർമ്മാണം അത്ര വശമുള്ള കാര്യവുമല്ല. അതുകൊണ്ട് തന്നെ പണിത കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീഴുന്നത് സാധാരണമായിരുന്നു. കല്ലും മരവും ഉപയോഗിച്ച് അവർ ഇങ്ങനെ ആശ്രമത്തിൻ്റെ ഭിത്തി പണിയുന്ന സമയം അത് ഇടിഞ്ഞു വീണ് ഒരു യുവസന്യാസി മരണപ്പെടുകയാണ്. ചുറ്റും നിന്നവരെല്ലാം ഏറെ സങ്കടത്തിലായി. രക്തത്തിൽ കുളിച്ച ഈ യുവസന്യാസിയുടെ ശരീരം ഒരു തുണിയിൽ പൊതിഞ്ഞ് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്തു പോയി നിങ്ങളുടെ പണി തുടരുക. അങ്ങനെ അദ്ദേഹം പണി തുടരുന്ന സമയത്ത് ഒരു വലിയ അത്ഭുതത്തിന് ആ ആശ്രമം സാക്ഷ്യം വഹിക്കുകയാണ്. തുണിയിൽ പൊതിഞ്ഞു കെട്ടി അവർ കൊണ്ടുവച്ച മൃതശരീരത്തിൻ്റെ മറ്റൊരു മാറ്റം അവർ കാണുകയാണ്. ഇവർ പണിതുകൊണ്ട് നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തായി ആ സഹോദരൻ പണി തുടരുകയാണ്. മരിച്ചവരെ ഉയർപ്പിച്ച വിശുദ്ധ ബെനഡിക്റ്റ്. അനേകം അത്ഭുതങ്ങൾക്ക് ആ പ്രദേശം പറഞ്ഞാൽ തീരാത്തത്ര അത്ഭുതങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായി അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. പരഹൃദയജ്ഞാനം,
ചുറ്റുമുണ്ടായിരുന്ന സന്യാസിമാർ എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ ഏറെ ഭയപ്പെടണമായിരുന്നു. കാരണം ഒരിക്കൽ പുറത്തുപോയി ഭക്ഷണം കഴിച്ചു വരുന്ന സന്യാസിമാർ, അവർക്കൊരു നിയമമുണ്ട്, ഒരു കാരണവശാലും പുറത്തുനിന്ന് സുഹൃത്തുക്കളുടെ ഒരു തരത്തിലുള്ള സൽക്കാരവും സ്വീകരിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ അവർ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു വരുമ്പോൾ വിശുദ്ധ ബെനഡിക്റ്റ് ചോദിക്കുന്നതാണ്, കൃത്യമായി അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ കണക്ക് അവരോട് പറയുകയാണ്. അതുപോലെ മറ്റൊരു സന്യാസിനിമാരുടെ ആശ്രമത്തിൽ പോയി ആതിഥ്യമൊക്കെ സ്വീകരിച്ച് തിരിച്ചു വരുമ്പോൾ അവിടുന്ന് സമ്മാനമായി ലഭിച്ച കുറച്ച് തൂവാലകൾ ഈ സന്യാസിമാർ അവരുടെ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുകയാണ്. സമ്മാനം കിട്ടിയാൽ അത് ആശ്രമത്തിൽ ഏൽപ്പിക്കണമെന്നാണ്. എന്നാൽ അവരത് ഒളിപ്പിച്ചു വെക്കുമ്പോൾ വിശുദ്ധ ബെനഡിക്റ്റ് ചോദിക്കുകയാണ്, എപ്പോഴാണ് നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ പിശാച് പ്രവേശിച്ചത്? നിങ്ങൾ ആ തൂവാല വാങ്ങുന്ന സമയം ഞാനവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ലേ? അദ്ദേഹം മറ്റുള്ളവരുടെ ഉള്ള് കണ്ടിരുന്നു എന്നുള്ളതാണ്. ഒരു സന്യാസി അടുത്ത് നിന്ന് അദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്യുന്ന സമയം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ കുലീനമായൊരു കുടുംബത്തിൽ ജനിച്ച ഒരാൾ, ഒരു ദാസനെ പോലെ വിശുദ്ധ ബെനഡിക്റ്റിന് ശുശ്രൂഷ ചെയ്യേണ്ട ഗതികേട് എനിക്കുണ്ടോ എന്ന് മനസ്സിൽ ചോദിക്കുമ്പോൾ വിശുദ്ധ ബെനഡിക്റ്റ് ആ സഹോദരനോട് ആവശ്യപ്പെടുകയാണ്, നീ ഇപ്പോൾ തന്നെ നിൻ്റെ ഹൃദയത്തിൽ കുരിശു വരയ്ക്കുക. നിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ അധമമാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഓരോരുത്തർക്കും ജീവിതത്തിൽ വലിയ മാറ്റം വരുന്ന രീതിയിൽ, അവരുടെ ജീവിതത്തെ തൊടുന്ന രീതിയിൽ എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു കൃപ. ആശ്രമത്തിൽ വെള്ളമില്ലാത്ത സമയം മലമുകളിലേക്ക് കയറി ഒരു പാറക്കല്ലെടുത്ത് അവിടെ വെച്ച് രാത്രി പ്രാർത്ഥിച്ച് പിറ്റത്തെ ദിവസം ആശ്രമത്തിലെ മറ്റുള്ളവരോട് അദ്ദേഹം പറയുകയാണ്, ആ കല്ല് വെച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി മണ്ണ് മാറ്റുക. അപ്പോൾ അവിടെ ഉറവുണ്ടാവുകയാണ്. ആശ്രമത്തിൽ ഭക്ഷണമില്ലാത്ത സമയത്ത് എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്, നാളെ രാവിലെ നമുക്ക് ഭക്ഷണം വരും. അപ്പോൾ ഭക്ഷണം എത്തുകയാണ്. ഇത് ചില ഭൗതികമായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ വിശുദ്ധ ബെനഡിക്റ്റിനെ തിരുസഭയുടെ ഭൂതോച്ചാടകരുടെ മധ്യസ്ഥനായി, അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത നിറഞ്ഞ കുരിശ്, ബെനഡിക്റ്റൈൻ ക്രോസ് എന്ന് പറയുമ്പോൾ വിശുദ്ധ ബെനഡിക്റ്റ് ഉപയോഗിച്ചിരുന്ന കുരിശെന്നല്ല അർത്ഥം. അത് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥം നിറഞ്ഞിരിക്കുന്ന കുരിശെന്നാണ് അർത്ഥം. അതിൽ ആലേഖനം ചെയ്തിരിക്കുന്നതെല്ലാം വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ കുരിശ്. പിന്നെ അതിലെഴുതിയിരിക്കുന്ന ലാറ്റിൻ ഭാഷയുടെ ചെറിയ ചുരുക്കെഴുത്തുകളെല്ലാം ഭൂതോച്ചാടനം, പിശാചിനെ ബഹിഷ്കരിക്കുന്ന പ്രാർത്ഥനകളാണ്. അതിൻ്റെ മുകളിലായി എഴുതിയിരിക്കുന്നു സമാധാനമാണ്. അങ്ങനെ വിശുദ്ധ ബെനഡിക്റ്റ് പിശാചുമായി നേരിട്ട് പടവെട്ടിയ വിശുദ്ധ ബെനഡിക്റ്റായി മാറി. അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ബഹളം കേൾക്കാമായിരുന്നു. പിശാച് വന്ന് ഒച്ച വെക്കുമായിരുന്നു. അദ്ദേഹത്തെ നേരിട്ട് ആക്രമിക്കുമായിരുന്നു. പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവൻ അപഹരിക്കാനുള്ള വിവിധ ശ്രമങ്ങൾ നടത്തുമായിരുന്നു. എന്നാൽ പിശാചിനോട് നേരിട്ട് പടവെട്ടിയ ഒരു പോരാളി. അങ്ങനെ ചരിത്രത്തിൽ തിരുസഭയുടെ വിശ്വാസ യാത്രയിൽ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ആത്മീയതയും വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ കുരിശും ഒരു വലിയ അഭയകേന്ദ്രമായി, ഒരു വലിയ സംരക്ഷണ കവചമായി മാറിയെന്നുള്ളതാണ് സത്യം. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ സഹോദരി സ്കൊളാസ്റ്റിക്ക, ആ സഹോദരിയാണ് സന്യാസിനിമാരുടെ ആശ്രമത്തിൻ്റെ ആദ്യത്തെ അംഗം. വിശുദ്ധയാണ്. സഹോദരൻ പോയ അതേ വഴിയെ വിശുദ്ധയായി സഞ്ചരിച്ചു. വിശുദ്ധ ബെനഡിക്റ്റ് സ്ഥാപിച്ച ബെനഡിക്റ്റൈൻ സഭ അനേകം വിശുദ്ധരെ തിരുസഭയ്ക്ക് സമ്മാനിച്ച ഒരു മഹനീയമായ ആത്മീയ കോട്ടയായി മാറി. അങ്ങനെ വിശുദ്ധ ബെനഡിക്റ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും ഈ സന്യാസിമാരെ രൂപപ്പെടുത്തുന്നതിനും തിരുസഭയ്ക്ക് ഒരു പുതിയ വിശ്വാസക്രമം നൽകുന്നതിനും അദ്ദേഹം ചെലവഴിച്ചു. ഒരിക്കലും ഒരു അധികാരഭാവത്തിലല്ല, വളരെ സ്നേഹഭാവത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം
സഹസന്യാസിമാരോട് പെരുമാറിയിരുന്നത്. വിശുദ്ധൻ്റെ മരണം 67 വയസ്സിലാണ്. അദ്ദേഹം മരണത്തിലേക്ക് അടുക്കുന്ന സമയം. ഏറെ ദീപോജ്വലമായ സമയം. കത്തി നിൽക്കുന്ന ഒരു തീപ്പന്തത്തിൽ നിന്ന് ചുറ്റും തീ പടരുന്നത് പോലെ അദ്ദേഹം ചെയ്തു വെച്ച വലിയ മഹാകാര്യം അദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന സന്യാസിമാരിൽ കത്തിയ വിശ്വാസ തീഷ്ണത തന്നെയാണ്. പോകാൻ സമയമായിരിക്കുന്നുവെന്ന് ദൈവത്തിൽ നിന്ന് അരുളപ്പാട് ലഭിക്കുമ്പോൾ ഒരു ധീരനെ പോലെ ചുറ്റുമുള്ള സന്യാസിമാരോട് അദ്ദേഹം പറയുകയാണ്, എനിക്കായി നിങ്ങളിപ്പോൾ ഒരു ശവക്കല്ലറ ഒരുക്കേണ്ട സമയമായി. ദൈവത്തെ മുഖാഭിമുഖം കാണുവാനുള്ള അദ്ദേഹത്തിൻ്റെ വലിയ ആ തീഷ്ണത ഒരു പതർച്ചയോ സങ്കടമോ കൂടാതെ അദ്ദേഹം ഈ ലോകത്ത് നിന്ന് ഈ യാത്ര പറയുന്നതിന് എത്രയോ നാളുകൾക്ക് മുൻപ് തന്നെ ചുറ്റുമുള്ളവരെ അദ്ദേഹം ഒരുക്കി. അങ്ങനെ ഈ ലോകത്ത് നിന്ന് ദൈവത്തിൻ്റെ കരം പിടിച്ച് ഭൂമിയിൽ ജീവിക്കുകയും പിശാചിനെതിരെ ദൈവാശ്രയബോധത്താൽ വാളെടുക്കുകയും ആ ആത്മീയ പോരാട്ടത്തിൽ, അദൃശ്യ പോരാട്ടത്തിൽ വിജയം വരിക്കുകയും സ്വർഗത്തിലിരുന്ന് നിരന്തര മാധ്യസ്ഥമായി വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ലോക്കറ്റോ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതം നിറഞ്ഞ കുരിശോ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ പിശാച് ഭയന്നോടുന്ന പ്രതീകമായി അദ്ദേഹം മാറുകയും ചെയ്ത വലിയ മഹാത്ഭുതം അത് തിരുസഭ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ മധ്യസ്ഥം വ്യത്യസ്തമായ രീതികളിൽ നമ്മൾ അനുഭവിക്കുകയാണ്. അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നതിനായി നമുക്ക് ലഭിച്ചിരിക്കുന്ന മെഡല്, കുരിശ്, അതൊക്കെ അതിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എക്സോസിസം പ്രെയറാണ്. പിശാചിനെ ബഹിഷ്കരിക്കുന്ന പ്രാർത്ഥനയാണ്. ദൈവമാണ് എൻ്റെ പ്രകാശമെന്നും പിശാചെ നിൻ്റെ വിഷം നീ തന്നെ കുടിക്കുക എന്നും നീ നിത്യനരകാഗ്നിയിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക എന്നുമൊക്കെ അതിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. വിശുദ്ധ കുരിശാകട്ടെ നമ്മളുടെ പ്രകാശം. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ മാധ്യസ്ഥം നമുക്ക് നിരന്തര സഹായമാകട്ടെ. ഈ ഭൂമിയിലുള്ള അദൃശ്യ പോരാട്ടത്തിൽ ജഡത്തെയും ജഡമോഹങ്ങളെയും ലോകത്തെയും ലോകത്തിൻ്റെ ആശകളെയും നമുക്ക് പടവെട്ടി ജയിക്കുന്നതിന് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ശക്തമായ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥവും തിരുസഭയ്ക്കും നമുക്ക് ഓരോരുത്തർക്കും തുണയാകട്ടെ. ആമേൻ.